ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി ചേർന്നിട്ട് ഗംഗപ്രസനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പൊ ഗംഗപ്രസന്നെ ചോദിക്കണ്ടേ, എങ്ങനെയുണ്ടടാ, നിനക്ക് ഞങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടല്ലോ അല്ലെ? അയ്യോ കിരണേ കല്യാണി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഞാൻ ആകെ മാറി. എനിക്കിപ്പോ ആരും കൊല്ലണോന്നോ പകരം വീട്ടണോന്നോ ഒന്നുമില്ല. ഞാൻ ആകെ മാറി, മടുത്തു, എല്ലാം മടുത്തു. മടുത്തിട്ടായിക്കും നിന്നെ കാണാൻ വേണ്ടി ഇവിടെ നിന്റെ കല്യാണം കഴിക്കുമ്പോ പെണ്ണ് വന്നത് കേട്ടല്ലോ. ഏതാടാ പെണ്ണ് എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയുന്നുണ്ട്, അതെന്നെ ഞാൻ കല്യാണം കഴിക്കാവുന്ന പെണ്ണാണ്, തമിഴ്നാട്ടിലുള്ളവളാണ്, അവൾ ഇവിടെ വരെ വന്നതാണ്, എനിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴേക്കും ഓഹോ അവളുടെ പേരെന്താ, അവളുടെ പേര് തരുണിമ എന്നാ എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ കിരൺ പറയണ്ട്, എടാ ഈ തരുണിമ തന്നെയാണോടാ സ്റ്റെഫി എന്ന് ചോദിക്കണം. അത് കേട്ട് ആകെ ഞെട്ടിരിക്കുന്ന ഗംഗപ്രസാദിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദ് ചോദിക്കുന്നുണ്ട്, സ്റ്റെഫിയോ, അതാരാ ഈ സ്റ്റെഫി? അയ്യോ പാവം, നീ ആ പേര് കേട്ടിട്ടേ ഇല്ല അല്ലെ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരാളെ പരിചയമില്ല. സ്റ്റെഫി എന്ന പേരുള്ള ആളെ എനിക്ക് ഇതുവരെ ഒരു പരിചയമില്ല. നിനക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടുപിടിച്ചിട്ട് പറയാടാ നിനക്ക് പരിചയമുള്ളതാണോ അല്ലയോ എന്ന്. എന്തായാലും നീ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. അല്ല, ഇവിടെ നിനക്ക് ജയിൽ ചാടാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും പോലീസുകാരുണ്ട്. ജയിൽ ചാടാൻ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടാലും പുറത്തേക്ക് നീ എത്തില്ലടാ. കാരണം എന്റെ അച്ഛന്റെ ആൾക്കാർ പുറത്ത് തന്നെയുണ്ട്. അഥവാ അവിടെ നിന്നും രക്ഷപ്പെട്ട് നീ എന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കാർത്തികയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കാർത്തിക കല്യാണം കഴിക്കാൻ വന്ന പയ്യന്റെ വീട്ടിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അത് മാത്രല്ല കിരണേട്ടാ, ഇവനോട് ആ സന്തോഷ വാർത്ത പറയണ്ടേ, ഇവന്റെ പെങ്ങളല്ലേ കാർത്തിക ചേച്ചി. ഓ അത് ശരിയാണല്ലോ, എന്നാ സന്തോഷ വാർത്ത നീ തന്നെ പറ. അതെ, നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ കാർത്തിക, അവരുടെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ. വരന്റെ പേര് ദിലീപ് എന്നാണ്, നല്ലൊരു ബിസിനസ്മാൻ ആണ് എന്ന് പറയാണ്. ആണോ, നല്ല കാര്യം, എന്റെ കാർത്തികയുടെ വിവാഹം ഉറപ്പിച്ചോ? എത്ര വർഷം അവളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എടാ കള്ള, നീ വെറുതെ കള്ളത്തരം കാണിക്കല്ലേ, അഭിനയിക്കല്ലേ എന്നൊക്കെ കിരൺ പറയുമ്പോ, കിരൺ ഞാൻ പറഞ്ഞ സത്യമാണ്, മുമ്പൊക്കെ അവൾ വിവാഹം കഴിക്കണം എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. അവൾ വിവാഹം കഴിച്ച സ്വത്തുക്കളൊക്കെ പോകുമെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ ഒന്നിനും വയ്യെന്ന് ഞാൻ പറഞ്ഞില്ല കിരൺ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ കല്യാണി പറയണ്ട്. അല്ല, നീ ഞാൻ എതിർത്താലും ഇല്ലെങ്കിലും കാർത്തികച്ചിയുടെ വിവാഹം ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച സമയത്തിന് നടക്കും. അത് മാത്രമല്ല, കാർത്തികച്ചിയുടെ ഭർത്താവായിട്ട് കുടുംബമായിട്ട് ജീവിക്കും. അവർക്ക് മക്കളുണ്ടാവും, മക്കളുടെ മക്കളുണ്ടാകും, ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പൊ സ്വത്തുക്കളൊക്കെ അവർക്കും അവരുടെ കുട്ടികളിലേക്കും ഭാഗിച്ചു പോകൂടാ. എന്താ നിനക്കിപ്പോ ദേഷ്യം തോന്നുന്നുണ്ടോ? കല്യാണി, എനിക്ക് ഒരു ദേഷ്യമില്ല. അവള് കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കട്ടെ. അവളുടെ കല്യാണത്തിന് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വരണം, കാണണം. ഇല്ലടാ, ഒരിക്കലും നീ കാണില്ല. എന്നറിയോ, നീ ജയിലിലായിരിക്കുമല്ലോ, പിന്നെ നീ എങ്ങനെ കാണാനാണ്? എന്തായാലും നീ ഇവിടെ നിന്ന് ആലോചിക്ക്, ഇവിടുന്ന് എങ്ങനെ പുറത്ത് കിടക്കാന്ന് നന്നായിട്ട് ആലോചിക്കട. നന്നിട്ട് ബുദ്ധി ഉപയോഗിച്ച് നീ ആലോചിക്ക്. നീ ആലോചിച്ച് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോഴല്ലേ ഞങ്ങൾക്ക് നിന്നെ പിടിക്കാൻ പറ്റുള്ളൂ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേടാ എന്നൊക്കെ പറഞ്ഞ് കിരണും കല്യാണിയും കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അവിടെ പോയി കഴിയുമ്പോഴേക്കും ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണം, എന്നെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും പോയിട്ട്. രണ്ടിനെയും വെച്ചിട്ടുണ്ട്, സമയമാവട്ടെ, രണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് ആ കാർത്തിക എന്ന് പറഞ്ഞവൾക്കാണ്. അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. കുറച്ചു കഴിയുമ്പോഴേക്കും അവളുടെ ഈ അനിയത്തി ഉണ്ടല്ലോ കല്യാണി, അവളെയും അവളുടെ ഭർത്താവിനെ പരലോകത്തേക്ക് പറഞ്ഞേക്കണം, എന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ എന്നൊക്കെ ഗംഗപ്രസാദ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഗംഗപ്രസാദ് ജയില് ഹോസ്പിറ്റലായ കാര്യം ലക്ഷ്മി അമ്മ അറിയുന്നുണ്ട്. ലക്ഷ്മി അമ്മക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. ഈശ്വര, അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയല്ലോ, ഹോസ്പിറ്റലായാലോ, അവൻ എന്തായാലും അവിടെ നിന്ന് പുറത്തു കടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടാണ് പുള്ളിക്കാരത്തിൽ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. നമ്മുടെ കാർത്തിക ഒന്നറിയാതെ വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, ദിലീപിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. പരിസരം മറന്നാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ആരും കാണാതെ പുറത്തേക്ക് ചാടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഗംഗപ്രസാദ്, അത് അവിടുത്തെ ഡോക്ടർമാരുടെ നേഴ്സുമാരുടെ ആരോടോ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് നേരെ കാർത്തികയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ആരും തന്നെ ഇല്ല കേട്ടോ. കാർത്തിക ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിലീപിനെ. തിരിഞ്ഞു നിൽക്കാണ് കാർത്തിക. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പൂച്ചട്ടി എടുത്തിട്ട് ഗംഗപ്രസാദ് ആ ചട്ടി കൈവച്ചെടുത്തതിന് ശേഷം അത് കാർത്തികയുടെ തലക്ക് അടിക്കാണ്. കാർത്തിക തിരിയുമ്പോഴേക്കും ഗംഗപ്രസാദ് ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാർത്തിക അപ്പൊ തന്നെ ബോധം കിട്ട നിലത്തേക്ക് വീഴാണ്, മരണം സംഭവിക്കുകയാണ് കാർത്തികക്ക്. അപ്പൊ ആ ഒരു സ്വപ്നം കണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് ബെഡിൽ നിന്ന്. അയ്യോ മോളെ നമ്മുടെ ചാടി എഴുന്നേക്കാണ്. ബഹളം കേട്ട് കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ എന്തു പറ്റി അമ്മേ? അമ്മ എന്താ പറയുക, ദുസ്വപ്നവും കണ്ടോ? മോളെ കുറച്ച് വെള്ളം എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിച്ചപ്പോഴേക്കും കാർത്തിക ചോദിക്കണ്ടേ, എന്തു പറ്റി അമ്മേ? അമ്മ എന്തു പറ്റി? അമ്മയുടെ ദുസ്വപ്നവും കണ്ടു എന്ന് ചോദിക്കുമ്പോ, കണ്ടു മോളെ, വലിയ ദുസ്വപ്നം കണ്ട്. ആ ഗംഗപ്രസാദ് അവൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഒരു സമാധാനമില്ല മോളെ. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി ഇങ്ങോട്ടേക്ക് വന്നു. എന്റെ മോളുടെ തലക്ക് വീണ്ടും അവൻ അടിച്ചു. എന്റെ അമ്മ ഇങ്ങനെ പേടിക്കണ പോലെ ഒന്നും സംഭവിക്കില്ല.
അമ്മ പേടിക്കുന്ന പോലൊന്നും അവൻ ഹോസ്പിറ്റലിൽ ചാടി ഇവിടെ വരാൻ പോണമെന്നില്ല. മോളെ, നീ അങ്ങനെ പറയല്ലേ. നിനക്ക് ഓർമ്മയില്ലേ, തമിഴ്നാട്ടിലുള്ള സമയത്ത് ഇതുപോലെ അവൻ ജയിലിൽ കിടന്നപ്പോ ഇതുപോലെ എന്തൊരു അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹോസ്പിറ്റലാക്കി. ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും നേഴ്സുമാരും അവിടുത്തെ അറ്റൻഡർമാർ കാണാതെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി മോളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നത് മോൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ എങ്ങാനും ഇവിടെ വരുമെന്ന് എനിക്ക് പേടിയാകുന്നു പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട അമ്മേ, അതുപോലെയൊന്നും അവൻ ഇവിടെ വരാൻ പോകുന്നില്ലമ്മേ, എനിക്ക് ഉറപ്പാണ്. അത്രമാത്രം പ്രൊട്ടക്ഷൻ ഈ സമയത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും അവന്റെ കാര്യത്തിൽ എനിക്കൊരു സമാധാനമില്ല. അവൻ അത്ര പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണോ മോളെ, കല്യാണി മോളെ അവരെ സൈറ്റ് കാണാൻ പോയപ്പോഴേക്കും മോളുടെ തലക്കിടിക്കാൻ പോയത്? പിന്നെ വേറൊരു സംഭവം, ബൈജു പെണ്ണ് കാണാൻ പോയപ്പോ കൊല്ലാൻ പോയത്? ഇതൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെയല്ലേ മോളെ? അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത പേടിയാണെന്നൊക്കെ നമ്മുടെ ലക്ഷ്മമ്മ ആകെ വിഷമിക്കുമ്പോഴും കാർത്തിക സമാധാനിപ്പിക്കാൻ നോക്കണം. പക്ഷെ കാർത്തികക്കും ചില ടെൻഷനൊക്കെ കേട്ടോ. കാർത്തിക് അപ്പൊ തന്നെ ദിലീപിനെ വിളിക്കുകയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വീടിന്റെ വാതിലൊക്കെ കുറ്റിയിട്ട് കിടക്കണം കേട്ടോ. എന്താ കാർത്തു, നിനക്ക് എന്താ സംഭവിച്ചത്? അത് വേറൊന്നുമല്ല ദില്ലിയേട്ടാ, അവനുണ്ടല്ലോ ഗംഗപ്രസാദ്, അവന് ജയിലിൽ വെച്ചിട്ട് ചെറിയ എന്തോ ഒരു അപകടം പറ്റി. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവൻ തമിഴ്നാട്ടിലിരിക്കുമ്പോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവൻ അവിടുന്ന് ചാടിയിട്ടുണ്ട്. എന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം അവൻ എന്തായാലും വരും. പിന്നെ എന്റെ ദിലീപേട്ടന്റെ വിവാഹം ഉറപ്പിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദിലീപേട്ടനെ ഉപദ്രവിക്കുന്ന എനിക്ക് പേടിയാവുന്നുണ്ട്. ദിലീപേട്ടൻ നന്നായിട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ വീട്ടിലുണ്ടോ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ വീടിന്റെ മുറ്റത്ത്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ പേടിക്കുകയാണ്. ദിലീപ് സമാധാനിപ്പിക്കേണ്ട കാർത്തികനെ, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല പറഞ്ഞ് സമാധാനിപ്പിക്കാട്ടോ. അങ്ങനെ മനോഹരനാണെങ്കിൽ ജയിലിൽ ഒരു സമാധാനം ഇല്ല. ആ ഗംഗ അവൻ മനഃപൂർവ്വം തന്നെയാണ് ആ ബകാസുരനെ കൊല്ലുന്ന സമയത്ത് അതിലേക്ക് ചാടിയത്. അങ്ങനെ ചാടുവാണെങ്കിൽ അവനിട്ട് അടി കിട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ അവനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. ഇത് എങ്ങനെയെങ്കിലും കിരണിനെയും കല്യാണിയെ അറിയിക്കണം. അതെങ്ങനെ ഇപ്പൊ അറിയിക്കുക? ഇവിടെ നിന്ന് ചാടാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അറിയിക്കായിരുന്നു. അത് വേണ്ട, ചാടി കഴിഞ്ഞാൽ നല്ല നടപ്പിന്റെ പേരിലൊന്നും എന്നെ പുറത്തു കടത്തില്ലല്ലോ. പക്ഷെ ഇത് എങ്ങനെയും അറിയിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹറിന്റെ അവസാന ആഗ്രഹം എന്ന നിലക്ക് നമ്മുടെ മോളെയും കൂട്ടിക്കൊണ്ട്, അതായത് കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് കിരണും കല്യാണി കൂടി പോലീസ് സ്റ്റേഷനിൽ, അതായത് ജയിലിലേക്ക് വരെയാണ്. കൺമണി മോളെ കാണിച്ചു കൊടുക്കാണ് മനോഹർ പൊട്ടിക്കരയാട്ടോ. അങ്ങനെ ഒരുപാട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക മനോഹർ പറയുന്നുണ്ട്, ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ അവന്റെ ഒരു സഹായി പുറത്തുണ്ട്, സ്റ്റെഫി എന്നാണ് പേര്. അവളും അവനും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് മിക്കവാറും ആ ഹോസ്പിറ്റലിൽ പുറത്ത് കിടക്കാൻ ചാൻസ് ഉള്ളത് പറയുമ്പോ, സ്റ്റെഫിയോ നിനക്കെന്താ അത്ര ഉറപ്പ് ആ പേരിൽ ഒരാള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ ബൈജുവിനെ പെണ്ണ് കാണാൻ വേണ്ടി? അതൊക്കെ അവള് തന്നെയാ, ആ സ്റ്റെഫി. അവള് ആ ഗംഗപ്രസാദിന്റെ ആളാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കൊണ്ടാ ഇവിടെ എല്ലാരും സംസാരിക്കണേ, ഞാൻ കേട്ടതാണ്. പക്ഷെ നിങ്ങളെ ഇതൊന്നും അറിയിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ മനോഹറിന്റെ വായിൽ തന്നെ ആ സത്യവും കൂടി കിരണും കല്യാണി അറിയാണ്. പക്ഷെ അതിനു മുമ്പ് ഗംഗപ്രസാദ് എങ്ങനെയെങ്കിലൊക്കെ കമ്പൗണ്ടറിന്റെ വേഷത്തിലോ നഴ്സിന്റെ വേഷത്തിലോ ഡോക്ടറിന്റെ വേഷത്തിലോ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് ഓടി അത് രക്ഷപ്പെടാൻ പോണ ഭാഗം കൂടി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.